പ്രസ് ക്ലബിൽ പങ്കെടുക്കുന്ന പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരെ ഇതിലേക്ക് സ്വാഗതം ചെയ്യും. ഞങ്ങൾ ഒരു സമരത്തിലേക്ക് നിർബന്ധിതരാകുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ അവശത അനുഭവിക്കുന്ന വിഭാഗമാണ് അംഗപരിമിതർ. അതിൽ ഏറ്റവും കൂടുതൽ തീവ്രമായി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരും ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ജീവിത ചെലവ് ഒക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ധാരാളം കാഴ്ച പരിമിതരും മറ്റ് അംഗവൈകല്യം ഉള്ളവരും ഉണ്ട്. കാരണം ഇത് പറയാൻ കാര്യം, ഇന്ന് മറ്റുള്ളവർക്ക് പെൻഷൻ കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. അവരെക്കാൾ കൂടുതൽ സാധ്യതകൾ ജീവിതത്തോട് മല്ലിട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് കാഴ്ചയില്ലാത്തവർ. കഴിഞ്ഞ ഒരു ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മുടെ PWD ആക്ട് അനുസരിച്ച് അതിനൊരു ഞങ്ങളെ ഒരു പ്രത്യേകം തരം തിരിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു വർധനവ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ കഴിഞ്ഞ മന്ത്രിസഭയിൽ നമ്മുടെ തോമസ് ഐസക് സാറ് ഒരു പെൻഷൻ്റെ പകുതി കൂടെ തന്ന് ഞങ്ങൾ 60 വയസ്സ് കഴിഞ്ഞവർക്ക് അങ്ങനെയും ഒരു സഹായം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇതെല്ലാം വന്നപ്പോൾ 1600 ആക്കി വർദ്ധിപ്പിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വന്ന എല്ലാവരെയും ഏകീകരിച്ചുകൊണ്ടുള്ളൊരു തീരുമാനത്തിലെത്തി. എല്ലാവരെയും ഏകീകരിച്ചുകൊണ്ടു അതിൽ തന്നെ ഒരു വർധനവും ഞങ്ങൾ പല പ്രാവശ്യവും സമരങ്ങളിലൂടെയും അല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ അങ്ങേയറ്റം കരുതിയിരുന്നു. ഞങ്ങൾക്ക് കുറഞ്ഞതൊരു 3000 രൂപയെങ്കിലും പെൻഷൻ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലും ഒരു പരിമിതമായ വർധനമെങ്കിലും ഞങ്ങൾക്കുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ടും ഒന്നും ഉണ്ടായില്ല എന്നുള്ളൊരു ഖേദകരമായ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അടുത്തത് മറ്റൊരു കാര്യം പറയാം. ഇന്ന് DAയും ഒക്കെ ഗവൺമെൻറ് ജീവനക്കാർക്ക് മറ്റുള്ളവർക്കും ഒക്കെ വർദ്ധിപ്പിച്ചു. അപ്പോഴും അതിൽ ഞങ്ങൾ എതിർക്കുന്നില്ല. അപ്പോൾ അത് ഇന്നത്തെ ജീവിത ചെലവിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അത് ആവശ്യമാണ്. പക്ഷേ അതിനോടൊപ്പം അതിനേക്കാൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഞങ്ങൾക്ക് ഒരു 100 രൂപയെങ്കിലും വർധനവും ഉണ്ടാകാത്തതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ഖേദമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ചുമൊക്കെ ഞങ്ങളിവിടെ നിങ്ങൾക്കായിട്ട് ഓരോ കോപ്പികൾ തരും. അതുപോലെ ജനറൽ സെക്രട്ടറി മറ്റു കാര്യങ്ങളിലേക്ക് ഒക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ആയ ഹക്കീം സാറിനെ ക്ഷണിക്കുന്നു. ആമുഖമായി നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു കാര്യങ്ങളൊക്കെ. 2013 മറ്റു അവശ്യ വിഭാഗങ്ങൾക്ക് 550 രൂപ പെൻഷൻ ഉണ്ടായ സമയത്ത് എല്ലാ കാലത്തും ഒരു 50 രൂപ വർധനവ്, അതായത് 600 രൂപ അന്ന് നൽകിയിരുന്നു. ആ സമയത്ത് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ കർണാടക, ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് 1000 രൂപയാണ് എന്നുള്ള കാര്യം അന്നത്തെ ഗവൺമെൻറ്റിന്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിനെ ധരിപ്പിക്കുകയും ഞങ്ങളുടെ സമ്മേളനത്തിൽ വെച്ച് അത് നിവേദനം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഭിന്നശേഷിക്കാർക്ക് 1000 രൂപയും മറ്റുള്ളവർക്ക് 600 രൂപയായി വർദ്ധിപ്പിച്ചു. തുടർന്ന് 2016 LDF സർക്കാർ വന്നപ്പോഴും ഈ അവസ്ഥയെ ഏകീകരിച്ചു. അതായത് 1100 രൂപ വർദ്ധിപ്പിച്ച് എല്ലാ പെൻഷനും 1100 രൂപയാക്കി. തുടർന്ന് ഈ വിഷയം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അടുത്തേക്ക് ഭിന്നശേഷി കമ്മീഷൻ ഒരു പ്രപ്പോസൽ കൊടുക്കുകയുണ്ടായി. 25% ഇവർക്ക് വർദ്ധിപ്പിക്കണം മറ്റുള്ളവരെക്കാളും. അങ്ങനെയാണ് അതിൽ ഒരു 200 രൂപ വർദ്ധിപ്പിച്ച് അങ്ങനെ ആ രീതിയിൽ വ്യത്യസ്തമായ പെൻഷനാക്കിയിട്ട് 1300, 1100 എന്ന രീതിയിലേക്ക് വന്നത്. എന്നാൽ ഈ ഗവൺമെൻറ് 2021 ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഇത്ര വർഷമായിട്ടും ഈ 1600 രൂപയെ ഏകീകരിച്ച് എന്നല്ലാതെ എല്ലാവർക്കും ഒരേ പെൻഷൻ നൽകി എന്നല്ലാതെ RPD ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള വർധനവ് പോലും നൽകിയില്ല എന്നതാണ് ഖേദകരം. നമുക്കറിയാം 50 രൂപയാണ് കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെയുള്ള കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള നിങ്ങളൊക്കെ കണ്ടു കാണും. ഭിന്നശേഷിക്കാരായിട്ടുള്ള ബുദ്ധിപരമായ വെല്ലുവിളി ഉൾപ്പെടെയുള്ളവർ കിടക്കുന്നത്, അവർക്ക് ജീവിക്കാനുള്ള ചിലവ് 50 രൂപ. ഈ 50 രൂപയാണ് ശരാശരി വരുന്നത്. 1500 100 രൂപയുടെ വ്യത്യാസമുള്ളൂ ഒരു ദിവസത്തിലേക്ക് വരുന്നത്.
അപ്പോൾ അത് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണും. ഡിസംബർ 2 ഞങ്ങൾ കലക്ടറേറ്റ് സെക്രട്ടേറിയറ്റ് ധർണ നടത്തി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ ആഭിമുഖ്യത്തിൽ. അതിനുശേഷം ഫെബ്രുവരി, അതായത് ഈ മാസത്തിൻ്റെ ആ ഒരു ദിവസം വ്യത്യാസമുള്ളൂ, ഫെബ്രുവരി 13 നിയമസഭാ മാർച്ച് നടത്തി. എന്നിട്ടും ഇത് വർധനവ് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ ബഡ്ജറ്റിലെങ്കിൽ എന്തെങ്കിലും ഒരു വർധനവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, അതും നടന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ പലതരത്തിലുള്ള സമരങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് സമരം ചെയ്യാതിരിക്കാനാണ് ആഗ്രഹമുള്ളത്. കാരണം നിങ്ങൾക്കറിയാലോ, കാഴ്ചയില്ലാത്തൊരു വ്യക്തി ഇവിടെ കാസർഗോഡ് നിന്നൊക്കെ ഇവിടെ എത്തിപ്പെടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവും. പൂർണ്ണമായി കാഴ്ചയില്ലാത്ത വ്യക്തി അവർ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് പല ബസ്സുകളുടെ ഇടയിൽ കൂടെ കയറി ഇറങ്ങി ഇവിടെ എത്തി സമരത്തിന് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം. പിന്നെ അവർ ലോട്ടറി തൊഴിലാളികളൊക്കെ അവർ ജോലി കളഞ്ഞ് അവർ വരുമാനം കളഞ്ഞ് വന്ന് ഇവിടെ സമരം ചെയ്തിട്ടും നമുക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാക്കി കാണുകയും അങ്ങനെ ഇതിനെ പരിഗണിക്കുകയും ചെയ്യണമെന്നാണ് ഉള്ളത്. സമരത്തിൻ്റെയോടൊപ്പം തന്നെ ഞങ്ങൾ ഇത് ബ്രെയിലി ലെറ്ററാണ്. അപ്പോൾ ഞങ്ങൾ ആശയവിനിമയ ഉപാധിയിലൂടെ മുഖ്യമന്ത്രിക്ക് ഓരോ വ്യക്തിയും കത്തയക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഫോർമാറ്റാണ്. ഇത് സ്വീകർത്താവ് ശ്രീ പിണറായി വിജയൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, 3ാം നില, നോർത്ത് ബ്ലോക്ക്, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം. ഇവിടെ എഴുതിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഓരോ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആയിരക്കണക്കിന് അംഗങ്ങൾ ബ്രെയിലിൽ എഴുതാൻ അറിയുന്നവർ അങ്ങനെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാത്തവർ മെയിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, പോസ്റ്റ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ ചെയ്യാൻ നമ്മുടെ കാഴ്ചയില്ലാത്തവർ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ പ്രതികരിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ അടുത്ത ബഡ്ജറ്റ് ചർച്ചയിലുള്ള റിപ്ലൈയിൽ ഇതിനനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവാത്ത പക്ഷം ഞങ്ങളുടെ സംസ്ഥാന സമിതി യോഗം ഈ 16 നടക്കുകയാണ് തിരുവനന്തപുരത്ത് വെച്ച്. അവിടെ വെച്ച് തീരുമാനമെടുക്കും എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ച്, തുടർ നടപടി എന്ത് വേണമെന്നതിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കും. പിന്നെ ഇതിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നമ്മുടെ VD സതീശൻ അവരുകളെ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് പിന്നെ MR ഗോപൻ സാറിനെ ക്ഷണിച്ചിട്ടുണ്ട്. അതോടെ തന്നെ ഭരണകക്ഷിയുള്ള MLA-മാരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതിന് ഭരണം പ്രതിപക്ഷം എന്നുള്ളതിലൊരു മനുഷ്യാവകാശ പ്രശ്നമല്ലേ. അപ്പോൾ അവരെയും നമ്മൾ പലരെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരമാവധി അംഗങ്ങളെ പിന്നെ ബഹുജന വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമര പരിപാടിയായിരിക്കും ഇത്. നമ്മുടെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ലോ കോളേജ് ജംഗ്ഷനിലാണ്. അതിന് വലത്തോട്ടുള്ള ആനടി റൂട്ടിൽ ആദ്യം കാണുന്ന ബിൽഡിങ്ങാണ്. അവിടെ നിന്നാണ് സമരം ആരംഭിക്കുന്നത്. റാലിയായിട്ട് നമ്മൾ മാർച്ചായിട്ട് പോകുന്നു. എന്നിട്ട് നമ്മൾ നിയമപരമായിട്ട് അനുവദിച്ചിട്ടുള്ള റൂട്ടിലൂടെ ഒരു 11 മണിയോടുകൂടി അവിടെ എത്താനാണ് ഉദ്ദേശിക്കുന്നത്. 12 മണിക്ക് പ്രതിപക്ഷ നേതാവ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇത് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഒരു മനുഷ്യാവകാശ പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് ഈ ഭിന്നശേഷിക്കാരെന്നുള്ള എത്രയെന്ന് അറിയാമല്ലോ, നമുക്ക് 60 ലക്ഷം പേര് പെൻഷൻ വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അവരിൽ ഒരു 5% താഴെ തീവ്ര ഭിന്നശേഷി, അത് നമ്മൾ എല്ലാ ഭിന്നശേഷിക്കാരും പറഞ്ഞു, തീവ്ര ഭിന്നശേഷിക്കാർ ഒന്നും ചെയ്യാൻ കഴിയാത്തവർ, ജോലിയുള്ളവരല്ല, 1 ലക്ഷത്തിൽ താഴെ വരുമാനം ഉള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ പോരാട്ടം നടത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുകയില്ല. കാരണം RPD ആക്ടിൽ തന്നെ പറയുന്നുണ്ട് 25% മറ്റു ക്ഷേമ ആനുകൂല്യങ്ങളെക്കാളും ഇവരെയൊക്കെ വർദ്ധിപ്പിക്കണമെന്ന്, ഏറ്റവും ചുരുങ്ങിയത് വർദ്ധിപ്പിക്കണമെന്നും വേറെ സെക്ഷനിൽ പറയുന്നത് അതിനായി ഒരു ഡിസബിലിറ്റി ഫണ്ട് രൂപീകരിക്കണമെന്നും നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ ഇന്ന് ഗവൺമെൻറ് എന്തെല്ലാം രീതി ഉപയോഗിച്ച് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഫണ്ട് രൂപീകരിക്കുന്നു. അപ്പോൾ ചെറിയൊരു ശതമാനം വരുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പെൻഷൻ അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റൻസ് അലവൻസ്, ജീവിതം നിലനിർത്താനുള്ള അലവൻസിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണിത്. ഇതിനുള്ള എല്ലാവരുടെ പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് ബഹുമാന്യരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് ചോദിക്കാവുന്നതാണ്.